അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് 1 ബ്ലോക്കാണ്. So it's gone, now we both moved on. Oh, that's la la life, that's la la life. Baby, let it be, enjoy the memory. 1 ബ്ലോക്ക് എന്താണെന്ന് അറിയാത്ത കൂട്ടുകാരോട് പറയാനാണെങ്കിൽ നമ്മൾ ഒരു ബ്ലോക്കിൽ നിന്നായിരിക്കും തുടങ്ങണ്ടാവുക. ഈ ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ച് ഇത് പിന്നെ ഈ ഒരു ഒറ്റ ബ്ലോക്ക് പൊട്ടിച്ച കയ്യിലേക്ക് വരുന്നിട്ട് അങ്ങനെ കാണാണ്ടാവുന്നില്ല. ഈ ബ്ലോക്ക് റീജനായി വന്നുകൊണ്ടിരിക്കും. ഈ ഒരൊറ്റ ബ്ലോക്കിൽ നിന്ന് കളി തുടങ്ങിയിട്ട് നമ്മൾ വലിയൊരു സ്ഥലം ഉണ്ടാക്കണം. അതാണ് കളി. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം വലിയതായിട്ട് ഉണ്ടാക്കണം, പിന്നെ ബേസൊക്കെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ പ്ലാന്. നോക്കി നോക്കാം. പിന്നെ അയൺ ഫാം ഇതൊക്കെ ഉണ്ടാക്കാം. നിലത്ത് വീണ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ അപ്പോൾ ഒരു ഡേർട്ട് ബ്ലോക്ക് കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീണ പോലെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഡേർട്ട് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇനി മൈൻ ചെയ്യാം. എനിക്ക് നേരത്തെ വീണ പോലെ വീഴാൻ വയ്യടേ. ഇനി വല്ല അത്യാവശ്യമായിട്ടുള്ള വല്ല കയ്യിൽ വല്ല ഡയമണ്ടൊക്കെ ഇരുന്നിട്ടേ പോവാനാണെങ്കിൽ എനിക്ക് വയ്യതെന്ന്. കാരണം ഈ 1 ബ്ലോക്കിൻ്റെ ഒരു ദോഷം, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഡയമണ്ട് ഉണ്ടാവും, നമ്മളത് ചെസ്റ്റിൽ വയ്ക്കാൻ പോവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുക. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി അതിലൊന്ന് വെക്കേണ്ടി വരും. എനിക്ക് കളയാൻ വയ്യത് അതുകൊണ്ട്. ഓക്കെ, 10 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കാം. എന്തിനും ഒരാവശ്യമുള്ള ഒരു ബ്ലോക്ക് വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ പ്ലാറ്റ്ഫോം ആക്കണം. അതാണ് നമ്മുടെ ഈ സീരീസിൻ്റെ ഉദ്ദേശം. പിന്നെ വലിയ ബേസൊക്കെ കിട്ടി അയൺ ഫാം, മോക്ക് ഫാം, ബ്രീഡർ ഇതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കണം. പിന്നെ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോറടിയും ഈ ഒരു ഒറ്റ ബ്ലോക്കിൽ മൈൻ ചെയ്യാനത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്താലോ എന്നുണ്ട്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ബ്ലോക്ക് എത്തുമ്പോൾ ആ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ വേറൊരു ബയോമിക്ക് പോവും. അങ്ങനെ ഈ ഒരു പ്ലെയിൻസ് ബയോമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്ന് വെച്ചാൽ ഗ്രാസ്, ഓക്ലോഗ് ഇതൊക്കെ ഒരു പ്ലെയിൻസ് ബയോമിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അക്കേഷ്യ അപ്പോൾ നമ്മൾ സെവനയിലെത്തിയ ഇല്ല പ്ലെയിൻസിനാലോ. പിന്നെ ഇതിങ്ങനെ അക്കേഷ്യ വന്നപ്പോൾ ഇന്നലേക്കാവട്ടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്ലെയിൻസ് ബയോമിലാണ്. ഓരോ ബയോം ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഈ ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും ബയോം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യണോ അതോ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇരുന്ന് ഇതേപോലെ ഇരുന്ന് ബ്ലോക്ക് പൊട്ടിക്കണോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്, നിങ്ങൾക്ക് ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ഭയങ്കര ബോറടിയായിരിക്കും. ഈ ഓഫ് ക്യാമറയിൽ ഇരിക്കാണ്ട് വീഡിയോയിലിരുന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയും. ഈ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 10 ബ്ലോക്ക്, അതുപോലെ 4 സൈഡിലേക്ക് 10 ബ്ലോക്ക് വീതം വെക്കാനാണ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ഇതേപോലെ 3 സൈഡിലും ചെയ്യണം. എന്ത് ധൈര്യത്തിലാണോ ഞാനിതിൻ്റെ മണ്ട കൂടെ ചാടി ഓടി നടക്കുന്നത്. എപ്പോഴാണ് കാലിൽ തെറ്റി വീഴണമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സൈഡിലേക്കും വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഭാഗത്ത് നമ്മൾ ഈ ഡേർട്ട് വെച്ചിട്ട് ഈ ഒരു ഗ്രാസ് ബ്ലോക്കില്ലേ ഇതിന്ന് ഇവിടേക്ക് ഈ ഡേർട്ട് ഗ്രാസ് ബ്ലോക്ക് ആകുമ്പോൾ പുല്ല് സ്പ്രെഡ് ആവുമല്ലോ. അങ്ങനെ സ്പ്രെഡായി വരുമ്പോൾ ഇവിടെ ഈ ഒരു നടുക്കത്തെ ഒരു കട്ട നിറച്ച് ഗ്രാസ് ബ്ലോക്ക് ആവും. ഇവിടെ ചെടികളും മരങ്ങളൊക്കെ നട്ടിട്ട് ഈ ഗ്രാസ് ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ട് മോപ്സൊക്കെ സ്പോണാവും. ഈ ആട്, കോഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ സ്പോണായിട്ട് ഈ നടുക്കത്തെ ഒരു ഭാഗം പ്രകൃതി രമണീയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെ, അങ്ങനെയല്ല പറയണ്ടേ, അതന്നെ. അപ്പോൾ അങ്ങനെയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബേസ് വരാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ ഒരു നടുക്ക് ഈ ഗ്രാസ് ബ്ലോക്ക് വയ്ക്കുമല്ലോ, ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കണം വേറെ വല്ല ബ്ലോക്ക് വെച്ചിട്ട്. എന്നിട്ട് അവിടെ ആയിരിക്കും നമ്മുടെ ഇത് വരാൻ പോണത്, ബേസ് വരാൻ പോണത്. ബേസ്, അയൺ ഫാം, ബ്രീഡർ, മോപ്പ് ഫാം ഇതൊക്കെ ഇതിൻ്റെ പുറത്തായിരിക്കും വരാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ നടുക്കത്തെ സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പുല്ലൊക്കെ വെച്ചിട്ട് ഇത് സെറ്റാക്കാൻ പറ്റുള്ളൂ. അതന്നെ, പുല്ല് വെച്ച് നമുക്ക് സെറ്റാക്കണം. പിന്നെ നമുക്ക് കുറച്ചൊരു ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് വലുതാകാം. എന്തായാലും ഈ പ്ലാറ്റ്ഫോം വലുതാക്കണത് നിങ്ങൾക്ക് കാണാൻ വലിയ രസം ഉണ്ടാവില്ല.
അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം. എന്തായാലും ഇത് ഫുള്ള് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നോക്കി നോക്കാം. നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഡേർട്ടും വുഡും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. പിന്നെ ഇതിലായിട്ട് നമ്മൾ സ്റ്റോൺ കണ്ടിട്ടില്ല, അതിനും ഒരു ഭയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഭയമുണ്ടായിരിക്കും. അത് നമ്മൾ അവിടെ നിന്ന് വേണം സ്റ്റോൺ മൈൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കേണ്ട ഒരു ടൂൾസ് വേണ്ട. അങ്ങനെ സ്റ്റോൺ വരുമ്പോൾ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. അതുവരെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇത് മൈൻ ചെയ്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, മൈൻ ചെയ്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അങ്ങനെ പോവാം. അപ്പോൾ ഞാൻ ഇതൊന്ന് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് കളിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വല്ല ടിപ്സാ ട്രിക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 1 ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് കളിക്കണത്. എനിക്കിതിനെക്കുറിച്ച് അധികം ഒന്നും അറിയില്ല. ഈ കുറച്ച് കാര്യങ്ങളറിയാം. ഈ ബ്ലോക്ക് റീജിയനായി വരും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോബ്സ് വരും, അങ്ങനത്തെ തേങ്ങയും ഞങ്ങൾക്ക് അറിയാം. ഇനി ഇതിലുള്ള സോംബീസും സ്കെൽട്ടൻസും വരുമെന്നൊന്നും അറിയില്ല. കോഴി നാറൊക്കെ വരുമായിരിക്കും, അല്ലാണ്ട് വേറെ വഴിയിൽ വരാൻ. പിന്നെ ഇതുവരെയായിട്ട് ഇപ്പം നൈറ്റാണ്, ഇതുവരെയായിട്ട് ഒരു മോബും ഇതിൽ സ്പോൺ ആയിട്ടില്ല നമ്മൾ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ. എനിക്കതിൽ ഭയങ്കര ഇത് തോന്നുന്നുണ്ട്, എന്താണ് സ്പോൺ ആദ്യം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്. സ്കൈ ബ്ലോക്ക് കളിച്ചിട്ടുണ്ട്, പക്ഷെ 1 ബ്ലോക്ക് കളിച്ചിട്ടില്ല. സ്കൈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാവയും വെള്ളവും ആവശ്യമുള്ള കാര്യങ്ങൾ വന്നടാ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വന്ന് നന്നായി. അപ്പോൾ വരും ഇങ്ങനത്തെ മോപ്സ് എന്തായാലും വരും, ഉറപ്പായി. നമ്മളിവിടെ പറഞ്ഞ് നിർത്തിയേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ബ്ലോക്കാണ്. സ്കൈ ബ്ലോക്കിലാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലാവയും വെള്ളമൊക്കെ തരും. അവിടുത്തെ പിന്നെ നമുക്ക് മരം വെട്ടി കോബിൾ സ്റ്റോൺ മൊയൽ നമുക്ക് ആദ്യം തന്നെ മരം വെട്ടി കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അതിൽ പിന്നെ തൊട്ടടുത്ത് വേറെ കുറേ ഐലാൻഡ്സ് ഉണ്ടായിരിക്കും. അതിലൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യണം. ഇതിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല, ചുറ്റും നോക്കി പോയിടാ. ഇനി ഇതിൽ എൻഡർ ഡ്രാഗൺ പോലെ ആണെങ്കിൽ പോർട്ടലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. നോക്കാം, ചിലപ്പോൾ പോർട്ടൽ ഇവിടെ തന്നെ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ചെസ്റ്റ് കാര്യമില്ല. കുറച്ച് ഫുഡ് എത്തിയത്. ഇനി നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുക്കാം. ഓക്കെ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് എവിടെയെങ്കിലും സേഫായ സ്ഥലത്ത് കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ഈ ക്യാരറ്റ് കിട്ടിയത് ആപ്പിൾ കിട്ടിയത് എല്ലാം പോകും. എനിക്കിത് കളയാൻ താല്പര്യമില്ല. കിട്ടിയതൊക്കെ ഒരു ചെസ്റ്റിലേക്ക് വെച്ച് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ. നമുക്കിതൊക്കെ ഇവിടെ വെക്കാം. പൂവൊക്കെ എന്തിനാടെ തന്നിട്ട്, എന്തിനാണോ? എന്തായാലും കിട്ടി, പൂവൊക്കെ കിട്ടി, നന്നായി. ഓക്കെ, ഇതേപോലെ നമുക്ക് ഓരോ ചെസ്റ്റുകളും ഇതിൽ വരും. അപ്പോൾ എന്നൊക്കെ നമുക്ക് ലൂട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തി, ഞാൻ മറന്ന് തേങ്ങ. അപ്പോൾ ചെസ്റ്റിൽ നിന്ന് ഇത് വരും. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വല്ല ടിപ്സും ട്രിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നേരം വെളുത്ത് വരുന്നുണ്ട്, അതിനെ നല്ല കാര്യം. അയ്യോ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു ലോഗോ കൊണ്ട് വയ്ക്കാൻ പോകായിരുന്നു. എന്താണെങ്കിലും ഒരു ലോഗോ അല്ല നഷ്ടപ്പെട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻ്റെയാണ്. ഇതിൽ പിന്നെ ലോങ് വീഡിയോ ഇടില്ല, ഞാൻ ചെറിയ വീഡിയോസ് ഇടാനും നോക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ എളുപ്പമാവുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ലോങ് വീഡിയോസ് കാണണമെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആകുമ്പോൾ പെട്ടെന്ന് കണ്ടു തീരാൻ പറ്റും. നിങ്ങൾക്ക് വല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടു തീർത്തിട്ട് എന്താണെന്ന് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ ലോങ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, സെറ്റാക്കാം. എന്തായാലും സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എല്ലാവർക്കും ബൈ.